നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P. ശശി. ഇവ സർക്കാരിന്റെ നീക്കങ്ങളിൽ വിരളി പൂണ്ടവരുടെ പ്രകടനങ്ങൾ മാത്രമായി കാണുന്നു. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. അൻവറിന്റെ രാഷ്ട്രീയം മരിച്ചെന്നും P. ശശി. പുതിയ തെരുവിൽ വൻ അഗ്നിബാധ, എരിഞ്ഞൊടുങ്ങി വ്യാപാര സ്ഥാപനങ്ങൾ. തീപിടുത്തം അർദ്ധരാത്രിയിൽ. തീയണച്ചത് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമെത്തിയ യൂണിറ്റുകൾ ചേർന്ന്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥ. കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവും. വാർത്തകൾ വിശദമായി. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P. ശശി. സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരാണെന്നും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള അക്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ നേട്ടമുണ്ടാകാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഇല്ലെന്നും P. ശശി പറഞ്ഞു. തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും പരസ്യ പ്രതികരണവും നടത്തിയിട്ടുള്ള MLA അൻവറിനെതിരായി ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പെറ്റീഷൻ കണ്ണൂരും ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിനിപ്പോൾ പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ, മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുകിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം, അല്ലെ റിയാസിനെതിരെ പറയണം, അല്ലെ എനിക്കെതിരെ പറയണം, അല്ലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെതിരെ പറയണം. അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അധപ്പതിച്ചു പോയി. അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയമില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത്? അദ്ദേഹമാണ് പറയേണ്ടത്. ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം, അല്ല BJPയുടെ രാഷ്ട്രീയമാണോ എന്ന് പറയണം. ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വ്യക്തിയധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരംതാൻ പോയിരിക്കുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധപ്പതനമാണ്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? 8 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ, വികസനം, മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും. ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. സർക്കാരിനുള്ള ജനപിന്തുണ കൂടുന്നു. ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിച്ചുവിടണം. ഇത് ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായല്ലാതെ ആരും വോട്ട് ചെയ്യില്ല. ആ ശ്രദ്ധ തിരിച്ചുവിടാനായാണ് മറ്റു പലരുടെയും കയ്യിൽ കളിക്കുന്ന കരുക്കളായി നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവർ MLAക്കെതിരെ P. ശശി കോടതിയിൽ ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേളകം മലയാമ്പിടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. അപകടത്തിൽ 2 പേർ മരിച്ചു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. രാത്രി നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴി പുലർച്ചെ 4ഓടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. മലയാമ്പടി എസ് വളവിൽ വെച്ചാണ് മിനി ബസ് മറിഞ്ഞത്. 14 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. 9 പേരെ പരിക്കുകളോടെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളം സ്വദേശികളായ ഉണ്ണി, ഉമേഷ്, സുരേഷ്, ഷിബു, എറണാകുളം സ്വദേശികളായ വിജയകുമാർ, ബിന്ദു, കല്ലുവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ, കൊല്ലം സ്വദേശി ശ്യാം, അതിരിങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 37ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം കണ്ണൂർ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ നിങ്ങളെ കയ്യിലും ചെയ്തവരും നിങ്ങളുടെ ആയുധങ്ങൾ കൈയടക്കാൻ ശ്രമിച്ചവരും വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ അപകടമായി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടതുള്ളത് തന്നെയാണ്. ഇതാണ് മറ്റുള്ള സർവീസ് സംഘടനയിൽ വ്യത്യസ്തമായി നിങ്ങളുടെ സേവനത്തിൻ്റെ ഒരു ആമുഖം അതാണ് എന്നാണ് ഞാൻ ഇന്ത്യയിൽ മനസ്സിലാക്കുന്നത്. എല്ലാം മാറ്റിവെക്കാൻ കഴിയും മറ്റു സർവീസ് സംഘടന. ഇപ്പോൾ നമ്മുടെ ഓഫീസുകളിലെ അത്യാവശ്യം ഒപ്പുവെക്കേണ്ട ഫയൽ അല്ലെങ്കിൽ ഒരു കാര്യം അതിൻ്റെ ഗൗരവം പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇന്ന് തന്നെ അതിൽ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന
ഒരു ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമില്ല. നിങ്ങളുടെ ജോലി അപ്പോൾ തന്നെ തീരുമാനത്തിൽ രംഗത്തുന്നതാണ്. പലപ്പോഴും പറഞ്ഞു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ ജോസ് അധ്യക്ഷനായി, വി ശിവദാസൻ MP, കണ്ണൂർ സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് KV വേണുഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളായി. മികച്ച പോലീസ് എന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പ്രയത്നിച്ച കേരളത്തിലെ മുഴുവൻ ആളുകളും ഇന്ത്യൻ പോലീസിലെ ഒരു മുഖമായി കേരള പോലീസ് മാറി. കേരളത്തിലെ ഇന്ത്യയിലെ അഭിമാനമുള്ള പോലീസ് സേനയായി കേരള പോലീസ് സംവിധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്ത്യയുടെ മുഖമായ പോലീസിന് അത്തരമൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചത് എൻ്റെ മുന്നിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിങ്ങൾ സിദ്ധിച്ച കഴിവും നിങ്ങൾ അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തുകൊണ്ടും ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൻ്റെ അഭിമാനം നിങ്ങൾക്കാണ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K രാജൻ സമ്മേളന രൂപരേഖ അവതരിപ്പിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K രാജേഷ്, KPA സിറ്റി ജില്ലാ സെക്രട്ടറി V സിനീഷ്, N ചന്ദ്രൻ, U ഭാസ്കരൻ, സംഘടനാ ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം KV മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് M ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ തൊട്ടുണർത്താനും ലക്ഷ്യമിട്ട് SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരത്തിന് ഞായറാഴ്ച ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാവി മെരുവമ്പായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 9 മണിക്ക് കണ്ണൂർ റോയൽ ഒമാസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 മണിക്ക് ജില്ലയിലെ പര്യടന സമാപനവും മാനവിക സംഗമവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മാനവ സഞ്ചാരം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഉടഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ വിദ്യാർത്ഥികളിലും യുവസമൂഹത്തിലും ലഹരി വ്യാപിക്കുകയാണ്. ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവും കൂടി ഈ ഒരു മാനവ സഞ്ചാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ മതസ്പർദ്ധ ഉണ്ടാവുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും സമൂഹത്തിലെ ചില ആളുകൾ ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വീകരണ കേന്ദ്രത്തിൽ മതമേലധ്യക്ഷന്മാരുടെ സാന്നിധ്യമുണ്ട്. കോട്ടമൈതാനത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്ക് സൗഹൃദ നടത്തം SYS ആണ് സംഘടിപ്പിക്കുന്നതെങ്കിലും കൊടിയോ ബാനറോ മുദ്രാവാക്യമോ ഇല്ലാതെ വൈകുന്നേരങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വക്താക്കൾ, സാഹിത്യകാരന്മാർ, അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ഒട്ടുമിക്ക രംഗങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങൾ, പ്രമുഖരെല്ലാം അണിനിരന്നുകൊണ്ടുള്ള സൗഹൃദ നടത്തം വൈകുന്നേരം 4 മണിക്ക് കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം കോർണറിൽ എത്തും. 5 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന മാനവ സംഗമം പരിപാടി ജില്ലയുടെ ഒരു ഏറ്റവും വലിയൊരു സമ്മേളനമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ യുവജന നേതാക്കളെ പങ്കെടുപ്പിച്ച് ടേബിൾ ടോക്ക്, 11 മണിക്ക് പ്രൊഫഷണൽ ബിസിനസ് രംഗത്തെ പങ്കെടുപ്പിച്ച് സംരംഭക സംഗമം, 1 മണിക്ക് മാധ്യമ വിരുന്ന്, 2:30 അൽ അബ്രാർ കോംപ്ലക്സിൽ സ്ഥാനിക സംഗമം, 4 മണിക്ക് ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്ന് കോട്ടമൈതാനത്ത് നിന്നും സ്റ്റേഡിയം കോർണറിലേക്ക് സൗഹൃദ നടത്തവും, 5 മണിക്ക് ജില്ലയിലെ പര്യടന സമാപനവും മാനവിക സംഗമവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P ശശി. ഇവ സർക്കാരിന്റെ നീക്കങ്ങളിൽ വിരളി പൂണ്ടവരുടെ പ്രകടനങ്ങൾ മാത്രമായി കാണുന്നു. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. അൻവറിന്റെ രാഷ്ട്രീയം മരിച്ചെന്നും P ശശി. പുതിയ തെരുവിൽ വൻ അഗ്നിബാധ, എരിഞ്ഞൊടുങ്ങി വ്യാപാര സ്ഥാപനങ്ങൾ. തീപിടുത്തം അർദ്ധരാത്രിയിൽ. തീയണച്ചത് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമെത്തിയ യൂണിറ്റുകൾ ചേർന്ന്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥ. കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവും. പറഞ്ഞ തുക മുഴുവനുണ്ട്.
വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കളരിവാതുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ആചാര ലംഘനം നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രരക്ഷാ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രനടയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡിന് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാനാവുന്നില്ലെന്നും ക്ഷേത്ര സ്വത്ത് പൊതു ഈടാക്കി മാറ്റാൻ കൂട്ടുനിൽക്കുകയാണെന്നും ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കളരിവാതുക്കലിൽ നടന്ന ആചാര ലംഘനമെന്നും ശ്യാം മോഹൻ പറഞ്ഞു. യാതൊരു തരത്തിലുള്ള നടപടി എടുക്കുവാൻ വേണ്ടി അയാൾ തയ്യാറാവാത്ത സമയത്ത് ഭീഷണി മുഴക്കിയതിനു ശേഷമാണ് ഇവിടെയുണ്ട എക്സിക്യൂട്ടീവ് ഓഫീസർ വേണു വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഇവിടെയുള്ള നടപടിക്രമങ്ങൾ നടന്നത്. ഹിന്ദുവിന് എന്ത് പ്രശ്നം വരുമ്പോഴും അതിന്റെ മുൻപന്തിയിൽ RSSകാർ തന്നെയാണ് ഉണ്ടാവും, RSSന്റെ നേതൃത്വം തന്നെയാണ് ഉണ്ടാവും. പക്ഷേ പലരും അത് അറിയുന്നില്ല. അറിയാതെയാണ് സംഘ നേതൃത്വത്തെ നിങ്ങൾ പലരും അവഹേളിക്കുന്നതെന്ന് ഇവിടെയുള്ള ഓരോ ഹിന്ദുക്കളും മനസ്സിലാക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹിന്ദുവിനെതിരെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ താൻ RSSകാരനാണോ കോൺഗ്രസ്സുകാരനാണോ CPMകാരനാണോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഹിന്ദുവിന് നേരെയാണ് കടന്നുകയറ്റം. ഓരോ ഹിന്ദുവും യോജിക്കേണ്ട സമയമാണ്. ഇന്ന് കളരിവാതുക്കൽ ഭഗവതി അമ്മയുടെ ഈ തിരുമുറ്റത്ത് നമ്മൾ ഏവരും ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഭഗവതി അമ്മയുടെ ശക്തി തന്നെയാണ്. ഹിന്ദുക്കളുടെ ഏകീകരണമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഈ ഒരു നടന്ന പ്രശ്നം നമുക്ക് എന്ത് വന്നാലും ഇനി അത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരിവിടെ കയറി. ഇനി നിങ്ങൾ ഏവരുടെയും കണ്ണ് തുറക്കേണ്ടതാണ്. വീട്ടിലിരുന്ന് വീമ്പിളക്കുന്ന ഓരോ ഹിന്ദുവും മനസ്സിലാക്കുക, നാളെ നിങ്ങളുടെ തലമുറയ്ക്ക് ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഇത്തരത്തിലുള്ള നീച പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തേണ്ടതാണ്. കപട രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്ന് ക്ഷേത്രങ്ങളെയും ദേവസ്വത്തെയും മോചിപ്പിച്ച് വിശ്വാസികളെ ക്ഷേത്രഭരണം ഏൽപ്പിക്കണം. ശ്രീകൃഷ്ണ ജയന്തിക്കും ഗണേശോത്സവത്തിനും വിശ്വാസികൾക്ക് ക്ഷേത്രനട അനുവദിക്കില്ലെന്ന് രേഖാമൂലം എഴുതി നൽകുന്ന ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത്. അവരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ആചാരലംഘനം നടത്താൻ ക്ഷേത്രം തുറന്നുകൊടുത്തത്. കളരിവാതുക്കലിൽ ആചാരലംഘനത്തിന് കൂട്ടുനിന്നത് മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ്. പൈതൃക യാത്രയുടെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും നടത്തിയ പരിപാടിക്ക് ക്ഷേത്രമുറ്റത്ത് മൗനാനുവാദം നൽകിയവർക്കെതിരെ
കമ്മിറ്റിക്കെതിരെ നടപടി വേണം. ഇക്കാര്യത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ കർശന നടപടിയെടുക്കണം. വഖഫ് കരിനിയമ കുടിയിറക്കി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കളരിവാതിക്കൽ ക്ഷേത്ര ആചാരലംഘനം വിശ്വാസി സമൂഹം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ശ്യാം മോഹൻ അധികാരികളെ ഓർമ്മിപ്പിച്ചു. സംഭവത്തിൽ ക്ഷേത്രവിശ്വാസികളുടെ സംഘടിത പ്രതിഷേധം അലയടിക്കും. പുനരുദ്ധാരണ കമ്മിറ്റിയെ പിരിച്ചുവിട്ടതുകൊണ്ടായില്ല. കമ്മിറ്റിയല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി സംവിധാനവുമാണ് ഇവിടെ വീഴ്ച വരുത്തിയിട്ടുള്ളതെന്നും കർശന നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശ്വാസികൾ ഉത്കണ്ഠാകുലരാണ്. പുണ്യഹം തെളിച്ചതുകൊണ്ടായില്ല. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VS ഷേണായി അധ്യക്ഷത വഹിച്ചു. KG ബാബു, രവീന്ദ്രനാഥ് ചേലേരി, A രജിത, TP സതീശൻ, PK ശ്രീജിത്ത്, പ്രേമൻ കൊല്ലമ്പറ്റ, T സുകേഷ്, പ്രമോദ് മാറാളി, നിതിൻ ചാലാടൻ തുടങ്ങിയ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ പ്രസംഗിച്ചു. വിവിധ ആധ്യാത്മിക സംഘടനകൾ, മാതൃസമിതികൾ, ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ തുടങ്ങി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കളരിവാതിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്രരക്ഷാ ജാഗ്രതാ സദസ്സ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പുതിയ തെരുവിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഓടുമേഞ്ഞ കെട്ടിടം അർദ്ധരാത്രിയോടെ കത്തിനശിച്ചു. കാട്ടാമ്പള്ളി റോഡിൽ രാമഗുരി UP സ്കൂളിന് സമീപത്തെ കോഡീസ് മരം പ്ലെയിനർ ഷോപ്പ്, ബർക്കാത്ത് ടൈൽ ഷോപ്പിന്റെ ഗോഡൌൺ എന്നിവയാണ് കത്തിനശിച്ചത്. മേൽക്കൂരിയും പ്ലെയിനർ ഷോപ്പിലെ മര ഉരുപ്പടികളും യന്ത്രങ്ങളും ഏറെക്കുറെ കത്തിനശിച്ചു. അർദ്ധരാത്രി 12:10 സംഭവം. ടൈൽസ് ഗോഡൌണിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പുക ഉയർന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. നാട്ടുകാർ തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടർന്നു. പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘമാണ് അഗ്നിശമന സേനയിൽ വിവരമറിയിച്ചത്. കണ്ണൂരിൽ നിന്ന് 3 യൂണിറ്റും തളിപ്പറമ്പിൽ നിന്ന് 1 യൂണിറ്റും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. പുലർച്ചെ വരെ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടൽ അദ്വൈതം, ആറൂട്ടി ജ്യൂസ് ഷോപ്പ് എന്നിവിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതെ നിയന്ത്രിക്കാനായി. നാട്ടുകാരും തീ അണക്കാൻ രംഗത്തുണ്ടായിരുന്നു. വളപട്ടണം പോലീസും സ്ഥലത്തെത്തി. കണ്ണൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ T അജയൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ DC റോയ്, സീനിയർ ഫയർ ഓഫീസർ രാജീവൻ, ഫയർമാൻമാരായ ധനേഷ്, അവിനേഷ്, P ജയൻ, അനുഷ, അമിത, ഷജൽ എന്നിവരുടെ നേതൃത്വത്തിൽ തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇത്തവണത്തെ കണ്ണൂർ നോർത്ത് ഉപജില്ല സ്കൂൾ കലോത്സവം വൻ വിജയമാക്കിയ സംഘാടക മികവിനെ ആദരിച്ചുകൊണ്ട് ആതിഥേയരായ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കലോത്സവ സംഘാടകർക്കും നാട്ടുകാർക്കും സ്നേഹവിരുന്നൊരുക്കി. മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വത്സൻ മഠത്തിൽ മുഖ്യഭാഷണം നടത്തി. ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. ഒരു സ്നേഹ വിരുന്ന് എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർ, അതുപോലെ തന്നെ പ്രദേശത്തുള്ള നല്ലവരെ നാട്ടുകാർ, എല്ലാ രാഷ്ട്രീയ സന്നദ്ധ സേവനത്തിലുള്ള പ്രവർത്തകർ, അതുപോലെ തന്നെ 116 സ്കൂളുകളുടെ ആളുകൾ ഇവിടെ പങ്കെടുത്തിരുന്നു പരിപാടിയിൽ. അതിലുള്ള എല്ലാ സ്കൂളിലെയും പ്രധാന അധ്യാപകരെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു പോകുന്നതോടുകൂടി ഇത്രയേറെ വരുന്ന സ്കൂളുമായിട്ടുള്ള ഏറ്റവും നല്ല സൗഹൃദം നിലനിർത്താൻ പോലും സാധിച്ചത് ഞങ്ങൾ കൃത്യതയോടുകൂടി നടത്തിയ അല്ലെങ്കിൽ ഒരിടപെടലും അന്യായത്തിൽ നിങ്ങൾ ഒരു നിമിഷം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26 മുതൽ 30 വരെ 4 ദിവസങ്ങളിലായാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല കലോത്സവം നടന്നത്. 12 വേദികളിലായി 116 വിദ്യാലയങ്ങളിൽ നിന്നും 114 ഇനങ്ങളിൽ 6000-ലധികം കലാകാരന്മാരും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും കലോത്സവ വേദിയായ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ നാളിൽ ഒഴുകിയെത്തി. ആക്ഷേപങ്ങൾക്ക് അവസരം നൽകാതെ കൃത്യസമയത്ത് തന്നെ മുഴുവൻ വേദികളിലും മത്സരങ്ങൾ പൂർത്തീകരിക്കുവാനും എല്ലാവർക്കും ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുവാനും സംഘാടക സമിതിക്ക് കഴിഞ്ഞു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും വിതരണവും ബന്ധപ്പെട്ട കമ്മിറ്റികൾ പൂർത്തീകരിച്ചു. കലോത്സവ വിജയത്തിനായി പ്രവർത്തിച്ച സംഘാടകരെ ആദരിക്കുന്നതോടൊപ്പം അനുഭവങ്ങൾ പങ്കിടാനുമുള്ള അവസരം ഒരുക്കുന്നതിനുമായായിരുന്നു മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ വെച്ച് സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരും വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും നാട്ടുകാരും സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് KK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുരേഷൻ, മാനേജർ ശ്രീജ വത്സൻ മഠത്തിൽ, HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ TP റീന, ഹെഡ്മാസ്റ്റർ K പ്രകാശൻ, ദിനേശ് ബാബു, V കൃഷ്ണദാസൻ, ഗംഗാധര വാര്യർ, CP റഷീദ എന്നിവർ സംസാരിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രിയും പ്രധാന അർച്ചകനുമായ ബ്രഹ്മശ്രീ ഡോക്ടർ K രാമചന്ദ്ര അടിക ദർശനത്തിനായി കിഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തി.
ക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടികയുടെ സന്ദർശനത്തോടെ കീഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു മഹനീയ സാന്നിധ്യത്തിന് വേദിയായി. ശ്രീ ആദിശങ്കരൻ ശിവഭഗവാന്റെ അവതാരമാണെന്നും പണ്ട് മൂകാംബിക കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നെന്നും ഇപ്പോഴത് കർണാടകത്തിന്റെ ഭാഗമായെന്നും പിന്നീട് നടന്ന ഭക്തജന സമ്മേളനത്തിൽ കെ രാമചന്ദ്ര അടിക പറഞ്ഞു. ായിരുന്നു. അതിനെ അമ്മ ആദിശങ്കറിന്റെ അടുത്ത് ഇവിടെ തന്നെ സ്ഥാപന ചെയ്യണോ, ഇവിടത്തേക്ക് എല്ലാ ജനങ്ങള് വരാന് നീന്ന് അവിടെ ഉപദേശ തരണോ എന്നിട്ട് ആ തന്ന വാക്കാണ് ഇന്ന് നിങ്ങൾക്കെല്ലാം അമ്മ കിട്ടിയത്. മൂകാംബിക പണ്ടേ മൂകാംബികയോ കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോ അത് കർണാടക ആയി. അത് കാലഘട്ടത്തിന്റെ ഒരു വിധിയാണ്. അങ്ങനെ ആ ഭഗവാൻ ശ്രീ ശങ്കരർ ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യ ರೂಪ എന്നിട്ട് ಆ ಆದಿ ಶಂಕರರ ಭಗವಾನ್ ಶಿವನ ಸ್ವರೂಪವೇ ಆ ಶಂಕರರಾണ്. ആ ശങ്കരർ അമ്മയെ തൊഴാൻ പോയത് അതല്ല ഒരു നിമിത്ത മാത്രം. പക്ഷേ അവರ ആര്യാമ്പെ അമ്മയ അവസാന സമയത്തിലെ അവർ ഉത്തരാദിക്രിയകൾ ചെയ്ത് അതിന്റെ ശാപം അത് വിധിയുടെയും കാലഘട്ടത്തിന്റെയും മാറ്റമാണെന്നും കീഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വരാനും ഭഗവാനെ കണ്ടു വണങ്ങാൻ കഴിഞ്ഞതും ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കീഴുന്ന ധാരാളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ നല്ല മനസ്സിനുടമകളാണെന്നും കണ്ണിന് ഇമ്പമാകുന്നതും മനസ്സിന് കുളിർമയേകുന്നതുമായ ക്ഷേത്രങ്ങൾ ദർശിക്കുവാനും ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നമുക്കെല്ലാവർക്കും ദൈവം കരുത്തു നൽകുമെന്നും അന്യോന്യം മത്സരേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്നും കൗൺസിലർ കെ കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാറുന്ന കാലാവസ്ഥ മനസ്സിലാക്കാൻ പഠനയാത്രയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ സൗത്ത് BRC UP വിഭാഗം കുട്ടികൾക്ക് മാറുന്ന കാലാവസ്ഥ മനസ്സിലാക്കാൻ പഠനയാത്ര നടത്തിയത്. ഇതിന്റെ ഭാഗമായി തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന വെതർ സ്റ്റേഷൻ കുട്ടികൾ സന്ദർശിച്ചു. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് അതിനിടയിൽ സൗത്തിനും വെസ്റ്റിനും ഇടയിൽ, സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ളത് സൗത്ത് ഈസ്റ്റ്, നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ളത് നോർത്ത് ഈസ്റ്റ്. മനസ്സിലാകുന്നില്ല? അതേപോലെ നോർത്തിനും വെസ്റ്റിനും ഇടയിലുള്ളത് നോർത്ത് വെസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ ഇങ്ങോട്ടേക്ക് സൗത്ത് വെസ്റ്റ്. ഓക്കെ, ദിശയുണ്ട്. അതിൻ്റെ മേലെയുള്ള ആ ഒരു സാധനം പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ സൗത്ത് BRC UP വിഭാഗം കുട്ടികൾക്ക് മാറുന്ന കാലാവസ്ഥ മനസ്സിലാക്കാൻ പഠനയാത്ര നടത്തി. കുട്ടികളുടെ പദ്ധതിയായ ഋതുക്കളുമായി ബന്ധപ്പെട്ടാണ് തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന വെതർ സ്റ്റേഷൻ സന്ദർശിച്ചത്. പ്രാദേശികമായ കാലാവസ്ഥയെക്കുറിച്ചും കാലാവസ്ഥ നമ്മുടെ കാർഷിക, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അറിയുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21 UP സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾ, അധ്യാപകർ, BRC പ്രതിനിധികൾ എന്നിവർ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. കാലാവസ്ഥ പഠന ഉപകരണങ്ങൾ പലതും നേരിൽ കാണാനും അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനും ശാസ്ത്ര അവബോധം ഉണർത്താനും യാത്രക്ക് സാധിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് KS ദേവി, PR വിനീഷ്, ജിതേഷ് എബ്രഹാം, CH അരുണകുമാരി, BRC ട്രെയിനർ രാജേഷ് മാണിക്കോത്ത്, ആതിര പ്രഭാകരൻ, ദിവ്യ രാഘവൻ, K രേഷ്മ, PK ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഒരു ഇടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും.
PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P. ശശി. ഇവ സർക്കാരിന്റെ നീക്കങ്ങളിൽ വിരളി പൂണ്ടവരുടെ പ്രകടനങ്ങൾ മാത്രമായി കാണുന്നു. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. അൻവറിന്റെ രാഷ്ട്രീയം മരിച്ചെന്നും P. ശശി. പുതിയ തെരുവിൽ വൻ അഗ്നിബാധ, എരിഞ്ഞൊടുങ്ങി വ്യാപാര സ്ഥാപനങ്ങൾ. തീപിടുത്തം അർദ്ധരാത്രിയിൽ. തീയണച്ചത് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമെത്തിയ യൂണിറ്റുകൾ ചേർന്ന്. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥ. കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥയ്ക്ക് കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ജാഥയ്ക്ക് 16-ന് പയ്യന്നൂർ ഓണക്കുന്നിലും രണ്ടാം ജാഥയ്ക്ക് പിലാത്തറയിലുമാണ് സ്വീകരണം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി, സംസ്ഥാന കമ്മിറ്റി അംഗം M. ദിവാകരൻ എന്നിവർ ക്യാപ്റ്റനായുള്ള 2 ജാഥകളും ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. ഈ മാസം 16, 17, 18 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെത്തുന്ന ജാഥയ്ക്ക് 14 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 22 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം പോരാ എന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നല്ല നിലക്ക് ആണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് 8ാം ക്ലാസ് മുതൽ 8, 9, 10 ക്ലാസ്സുകളിൽ 30% മിനിമം മാർക്ക് നിർബന്ധമാക്കുന്ന ഒരു തീരുമാനമാണ് ആ ഉത്തരവിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോന്ന വിദ്യാഭ്യാസ സമീപനങ്ങൾക്ക് വിരുദ്ധമാണ്. കുട്ടികൾ തോൽക്കുന്നത് അവരുടെ മാത്രം പ്രശ്നമല്ല, അതിന് നമ്മളൊക്കെ കാരണക്കാരാണ്. രക്ഷിതാക്കളും നാട്ടുകാരും ഗവൺമെൻറ്റും ഒക്കെ അതിന് കാരണക്കാരാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണം, വിദ്യാഭ്യാസ സെമിനാർ, ബാലവേദി, കുട്ടികളുടെ ഗായക സംഘത്തിന്റെ അവതരണം എന്നിവ ജാഥാ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി, സംസ്ഥാന കമ്മിറ്റി അംഗം M. ദിവാകരനും ക്യാപ്റ്റനുമായ 2 ജാഥകളും ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കണ്ണൂരിൽ 16-ന് 4 മണിക്ക് ഒന്നാം ജാഥ പയ്യന്നൂർ ഓണക്കുന്നിലും രണ്ടാം ജാഥ 4 മണിക്ക് പിലാത്തറയിലും
ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി ഗംഗാധരൻ, ഭാരവാഹികളായ PT രാജേഷ്, ജ്യോതി കേളോത്ത്, MP സനൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്നേഹതീരം റെസിഡന്റ് അസോസിയേഷൻ കാവിൻമൂല അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ അംഗനവാടിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. റാലിയും മധുര വിതരണവും നടന്നു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കാവിൻമൂലയും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ അംഗൻവാടിയിലെ കുട്ടികളും അധ്യാപകരും സ്നേഹതീരം അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും അംഗനവാടിയിലെ കുട്ടികളോടൊപ്പം മധുര പലഹാരം വിതരണം ചെയ്തും റാലി നടത്തിയും ശിശുദിനം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും പ്രിൻസിപ്പാളുമായ TO ശശിധരൻ, സെക്രട്ടറി PV സുരേഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീലത, മറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ പങ്കജ, പുരുഷോത്തമൻ, ശ്രീനിവാസൻ, റീന, ലളിത, വിജയൻ, കൃഷ്ണൻ, AV അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, പാളയം മെഡിക്കൽ കോളേജിലെ 2 പോക്കറ്റ് റോഡുകൾക്ക് ഗോപാലൻ മാസ്റ്റർ റോഡ്, സ്നേഹതീരം റോഡ് എന്നീ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ ചടങ്ങിൽ സ്നേഹതീരം മെമ്പറും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CK അനിൽകുമാറും പ്രസിഡന്റ് TO ശശിധരൻ, സെക്രട്ടറി PV സുരേഷ് തുടങ്ങി മുഴുവൻ ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏറ്റവും മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നതിനായി GITD മുവ ക്വസ്റ്റ് 2K24 ഓൾ കേരള ബ്രൈഡൽ മേക്കപ്പ് കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. ഹിന്ദു ബ്രൈഡൽ, ക്രിസ്ത്യൻ ബ്രൈഡൽ, മുസ്ലിം ബ്രൈഡൽ എന്നീ 3 തീമുകളിലായി 50ഓളം മോഡലുകളും നിരവധി മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ചവർക്ക് പുരസ്കാരവും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. 18 വർഷമായി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന GITD പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ബാച്ചിലെ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച ബ്രൈഡൽ മേക്കപ്പ് കോൺടെസ്റ്റ് ആയിരുന്നു മുവ ക്വസ്റ്റ് 2K24. GITD മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷെർലി ധനേഷ്, സിറ്റി കളക്ഷൻസ് ഫൗണ്ടർ അനിൽ എന്നിവരും പങ്കെടുത്ത പരിപാടിയിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ പൂജ ജഗൻ, നിമി പ്രസാദ് എന്നിവർ വിധികർത്താക്കളായി. ലയൺസ് ഡിസ്ട്രിക്ട് 318E ആഭിമുഖ്യത്തിൽ ഡിസംബർ 16 മുതൽ ഡിസംബർ 25 വരെ കൃത്രിമ കാൽ വെച്ച് കൊടുക്കൽ ക്യാമ്പ് നടത്തുന്നു. കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ ആസ്ഥാനമായ റോറിംഗ് റോക്കിൽ വെച്ചാണ് കൃത്രിമ കാൽ വെച്ച് കൊടുക്കുന്ന ക്യാമ്പ് നടത്തുന്നത്. അപകടങ്ങൾ, പ്രമേഹം എന്നിവ മൂലം കാലുകൾ നഷ്ടപ്പെട്ടവർക്കും സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E മാഹി ഉൾപ്പെടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾ സേവന മേഖലകളായി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് 318E ആഭിമുഖ്യത്തിലാണ് ഡിസംബർ 16 മുതൽ ഡിസംബർ 25 വരെ കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ ആസ്ഥാനമായ റോറിംഗ് റോക്കിൽ വച്ച് കൃത്രിമ കാൽ വെച്ച് കൊടുക്കുന്ന ക്യാമ്പ് നടക്കുന്നത്. അപകടങ്ങൾ, പ്രമേഹം എന്നിവ മൂലം കാലുകൾ നഷ്ടപ്പെട്ടവർക്കും സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗജന്യമായി ലഭിക്കുന്ന സേവനം ആവശ്യമായി വരുന്ന വ്യക്തികൾ ക്യാമ്പ് തുടങ്ങുന്ന ഡിസംബർ 16 രാവിലെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. അന്ന് കാലിന്റെ അളവുകൾ എടുക്കേണ്ടതും സംഘാടകരുടെ നിർദ്ദേശാനുസരണം ക്യാമ്പ് തീരുന്ന ഡിസംബർ 25 അതിനകമോ സ്വീകരിക്കേണ്ടതുമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും കോപ്പിയും കൊണ്ടുവരേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പിന്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് നമ്മൾ തുടങ്ങി വെച്ചത് 1985-ലാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2006 മുതൽ ഏകദേശം എല്ലാ വർഷവും ഒരു 300-ൽ പരം ലിംബുകൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ എല്ലാ കൊല്ലവും ഇത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ ലിംബിന്റെ ഇപ്പോഴത്തെ കാലാകാലങ്ങളിൽ ഇതിന്റെ ആവശ്യകത കൂടിക്കൂടി വരുന്നത്. അതായത് ഈ നമ്മളുടെ രോഗാവസ്ഥ, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം മുതലായ പ്രശ്നങ്ങൾ കാരണം കാല് ആംപ്യൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നവർ ദിവസവും ദിനം പ്രതി കൂടി വരിക. അവർക്കൊക്കെ സഹായമാകും വിധമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം, ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് VM മുകുന്ദൻ, KPT ജലീൽ, കാണി പ്രകാശൻ, ദീപു, ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തിലാനൂർ UP സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വടക്കേ കീഴിൽ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡോക്ടർ AP സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂൾ അനുവദിച്ച ഹെഡ് മാഷിനും അധ്യാപകർക്കും നന്ദി. എന്നെ ക്ഷണിച്ച ഈ വടക്കേ കീഴിൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബിന്
എല്ലാ നന്ദിയും അറിയിക്കുന്നു. എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് അതുൽദാസ് സ്വാഗതവും പ്രധാന അധ്യാപകൻ രാജിത് സാർ അധ്യക്ഷത വഹിച്ചു. ആശംസ അർപ്പിച്ചുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി സാബിറ, റാഹീസ്, TK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇരുവേരി പെൻഷൻ ഭവൻ, പബ്ലിക് ലൈബ്രറി, കേരള സീനിയർ സിറ്റിസൺ ഫോറം ഇരുവേരി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരുവേരി പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മാഷ് വിശദീകരിക്കുകയുണ്ടായി. സൗജന്യമായ ഒരു മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു, പക്ഷേ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കപ്പെടുന്ന സാമൂഹ്യ സേവന രംഗത്ത് കൂടി നല്ല നിലയിൽ ശ്രദ്ധിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെൻഷൻ പറ്റിയ ജീവനക്കാർ എന്നുള്ള നിലക്ക് അവരുടേതായ മാത്രം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം നമ്മളൊരു ഏജ് കടന്നാൽ ആ ഏജ് കടക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വാർദ്ധക്യത്തിൻ്റെ ഭാഗമായിട്ട് ഒതുങ്ങിക്കൂടുന്നതിന് പകരം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷമുണ്ടാകുന്നത്. നമ്മൾ വാർദ്ധക്യം എന്ന് നമ്മൾ വയസ്സുകൊണ്ട് പറയാമെങ്കിൽ പോലും മനസ്സ് വാർദ്ധക്യത്തിലേക്ക് പോകാതെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിലക്കുള്ള സേവന സന്നദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. KSSPU ഇരുവേരി യൂണിറ്റ് പ്രസിഡന്റ് C. രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ പ്രസിഡന്റ് T. ശിവദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. C. രാമചന്ദ്രൻ, N. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ G. ആനന്ദ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഔഷധ സസ്യ പ്രചാരകൻ കക്കോത്ത് പ്രഭാകരൻ സൗജന്യ ഔഷധ സസ്യങ്ങളുടെ വിതരണവും നടത്തി. നവംബർ 14 ശിശുദിനത്തിന്റെ ഭാഗമായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചിൽഡ്രൻസ് ഡേ ആർട്സ് ഫെസ്റ്റ് കളറിംഗ് കോമ്പറ്റീഷൻ നടത്തി. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ മത്സരത്തിൽ 150ഓളം കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളുടെ നൈസർഗികവും കലാപരവുമായ കഴിവുകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ചിൽഡ്രൻസ് ഡേ ആർട്ട് ഫെസ്റ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഫാമിലിയുടെ കുന്ദമംഗലം, വടകര, മഞ്ചേരി, തിരൂർ, പെരിന്തൽമണ്ണ ഷോറൂമുകളിലും കളറിംഗ് മത്സരം നടന്നു. ചിത്രം വരച്ചിട്ട് നിറകൊടുക്കലാണോ ചിത്രത്തിന് നിറകൊടുക്കലാണോ? ചിത്രത്തിന് നിറകൊടുക്കലാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിറം കൊടുക്കാനുള്ള ചിത്രം തരും, അതിന്റെ കൂട്ടത്തിൽ നിറവും തരും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ നിറം കൊടുക്കും. നിറം കൊടുക്കുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ? എങ്ങനെ? പുറത്താകാതെ അല്ലേ? പുറത്താകാതെ അടിക്കുക. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണം. സംഭവിച്ചാ എനിക്കിഷ്ടമുള്ള പോലെയാ അല്ല, ഈ നിൽക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെയാ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടന്നു കൊടുക്കണം. ഇപ്പൊ ഒരു പൂ തന്നു കുറിച്ചോ ഏതാ തരത്തെന്ന് എനിക്കറിയില്ല. പൂ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി പൂവിന്റെ ഏതെങ്കിലും ചുവപ്പിനെക്കാട്ടിലും നല്ലത് നീലയായിരിക്കും, എനിക്ക് നീല പോകാൻ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം കഴിക്കും? നിങ്ങൾ ചിലപ്പോൾ നീലയെടുക്കും അല്ലേ? ഒരു ആകാശമുണ്ട്, ആകാശത്തിൽ എനിക്കിഷ്ടം പച്ച കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പച്ച കൊടുക്കാം. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ റിയാഖത്ത്, ഓപ്പറേഷൻ മാനേജർമാരായ ജിതിൻ രാജ്, ഇർഷാദ്, നിസാർ, നിഹാൽ, നിജാസ്, ഷോറൂം മാനേജർ അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇന്ന് ശിശുദിനത്തോടനുബന്ധിച്ചിട്ട് കുട്ടികളുടെ ഒരു ഡേ തന്നെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഫെസ്റ്റിവലിനെ നല്ല രീതിയിൽ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഏർപ്പെടുത്തിയിരുന്നു. കണ്ണൂർ ബ്രാഞ്ചിൽ നമ്മളിവിടെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇവിടെ ഒരു QR കോഡ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും അതേ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള 2-3 ബ്രാഞ്ചുകളിൽ സ്കൂളുകളിൽ LP സ്കൂളിൽ അവിടെ പോയിട്ട് കുട്ടികളെ നമ്മൾ ക്ഷണിക്കുകയും ശിശുദിനത്തോടനുബന്ധിച്ച് നല്ലൊരു ചിത്രരചന, കുട്ടികളുടെ ഒരു കലാവാസന വളർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ചിത്രരചന മത്സരം നമ്മളിവിടെ നടത്തുകയുണ്ടായി. ഏകദേശം ഒരു 100-150 കുട്ടികൾ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുകയുണ്ടായി. കുട്ടികൾ വളരെയധികം നല്ലൊരു സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുകയും അവരുടെ ഒരു കലാവാസന വളർത്തുവാനുള്ള ഒരു ഡേ ആക്കി ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ കണ്ണൂരിൽ
നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുകയുണ്ടായി. ഓക്കെ, താങ്ക് യു. ചെക്കിക്കുളം ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജാനകി ജയശീലൻ മത്സരത്തിൽ വിജയിയായി. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,945, പവന് 55,560 രൂപ, വെള്ളി 99 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P ശശി. ഇവ സർക്കാരിന്റെ നീക്കങ്ങളിൽ വിരളി പൂണ്ടവരുടെ പ്രകടനങ്ങൾ മാത്രമായി കാണുന്നു. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. അൻവറിന്റെ രാഷ്ട്രീയം മരിച്ചെന്നും P ശശി. പുതിയ തെരുവിൽ വൻ അഗ്നിബാധ, എരിഞ്ഞൊടുങ്ങി വ്യാപാര സ്ഥാപനങ്ങൾ. തീപിടുത്തം അർദ്ധരാത്രിയിൽ. തീയണച്ചത് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും എത്തിയ യൂണിറ്റുകൾ ചേർന്ന്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരിഷത്ത് ജാഥ. കണ്ണൂരിൽ 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവും. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.